ഹായ് മക്കളെ, ശ്രീഭാമ മിസ് ആണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്ക്, അതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ. സോ നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് മിസ് പറഞ്ഞുതരാം. ഇവിടെ മിസ് ഇതാ വെച്ചിട്ടുണ്ട്, ഒരു അമീബയുടെ പിക്ചർ വെച്ചിട്ടുണ്ട് അല്ലേ. അമീബ എന്ന് പറയുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും എന്താണ് അമീബയുടെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിന് യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്, ഏകകോശ ജീവിയാണ് അല്ലേ. ഒരൊറ്റ കോശം മാത്രമുള്ള ജീവികളെയാണ് നമ്മൾ എന്ത് പറയാ, ഏകകോശ ജീവി. നിങ്ങൾ എന്താ ഏകനായിരിക്കുന്നത്, ലോൺലി ആയിട്ടിരിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഭയങ്കര ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ ഒറ്റ കോശം ഉണ്ടെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസം ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഓർഗാനിസം വിത്ത് ഓൺലി വൺ സെൽ ഇസ് കോൾഡ് യൂണിസെല്ലുലാർ ഓർഗാനിസം. എക്സാമ്പിൾ അമീബ, ബാക്ടീരിയ, യുഗ്ലിൻ ഒക്കെ എക്സാമ്പിൾ ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് അതിന്റെ ന്യൂട്രീഷൻ എങ്ങനെയാണ്, അമീബയ്ക്ക് എങ്ങനെയാണ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷണം കിട്ടുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. എപ്പോഴും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു പോർഷൻ ആണത്. നമുക്ക് നോക്കാം. എടാ മക്കളെ, നമ്മുടെ ആദ്യം തന്നെ അവർ എന്ത് ചെയ്യുന്നറിയോ, നമ്മളെ പോലെ തന്നെ ഫുഡ് കിട്ടി അത് സ്വീകരിക്കും. അപ്പൊ ഫുഡ് സ്വീകരിക്കുക അല്ലെങ്കിൽ ഈ ഫുഡ് പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാണ്, ഇൻജക്ഷൻ ചെയ്യുക. ആഹാര സ്വീകരണം, ഒരു സാധനം കിട്ടി സ്വീകരിച്ചു, അതാണ് ഫസ്റ്റ്. രണ്ടാമത്തേത് ദഹിപ്പിക്കുക. നമ്മളൊരു ബിരിയാണി നമുക്ക് കിട്ടി, നമ്മളത് സ്വീകരിച്ചു, നമ്മളത് കഴിച്ചു, അമ്മേ ദഹിച്ചു എന്ന് പറഞ്ഞു. അത് തന്നെയാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ ആഗിരണം ചെയ്യാണ്. അതിൽ വേണ്ട സാധനങ്ങൾ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യില്ലേ. നമ്മുടെ ബോഡി ഇതുപോലെ തന്നെയല്ലേ, ബിരിയാണിയിൽ വേണ്ട ന്യൂട്രീഷൻസ് ഒക്കെ എടുത്തിട്ട് ബാക്കിയല്ലേ പുറത്ത് കളിയുക. സോ അതുകൊണ്ട് തന്നെ ആഗിരണമാണ് അടുത്തതായിട്ടുള്ള അമീബയുടെ സെക്ഷൻ. പിന്നെ സ്വാംശീകരണം, അസിമിലേഷൻ ചെയ്യുന്നുണ്ട്. വേണ്ടതെല്ലാം സ്വീകരിച്ച് സെറ്റ് ചെയ്ത് റെഡി ആക്കിയതിനു ശേഷമാണ് എക്സ്ക്രീഷൻ അല്ലെങ്കിൽ പുറത്ത് കളയൽ. അപ്പൊ ആഹാര പദാർത്ഥമെല്ലാം സ്വീകരിച്ച് ദഹനമെല്ലാം പൂർത്തിയാക്കി ആഗിരണം സ്വാംശീകരണം ചെയ്ത് ഞങ്ങൾ എങ്ങ് പോകുന്നേ, പുറത്ത് പോകുന്നേ എന്ന് പഠിച്ചു വെച്ചാൽ മതി. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഈ പാട്ട് പഠിച്ചു വെച്ചാൽ ഇതിലും വളരെ സിമ്പിൾ ആയിട്ട് ഇനി പഠിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് ന്യൂട്രീഷൻസ് ഓഫ് അമീബ എന്ന് പറയുന്നത്. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. റെഡി? ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അടിപൊളിയായിട്ട് ക്വിക്ക് റിവിഷൻ ചെയ്ത് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. അവഞ്ചേഴ്സ് ബാച്ച്, ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തുടങ്ങി എൻ്റെ മക്കൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും. ക്രിസ്മസ് എക്സാം കൂടെ വരാൻ പോകുന്ന സ്ഥിതിക്ക് നിങ്ങൾ ഉള്ള സമയം വേസ്റ്റ് ചെയ്യാതെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ച്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള നമ്പർ ഞാനിവിടെ ടിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കോൾ ചെയ്യുക, മിടുക്കറായിട്ട് കാര്യങ്ങളും ഡീറ്റെയിൽസ് പറഞ്ഞ് നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക. അവിടെ കാണാം. ബൈ.